കഴിഞ്ഞ ദിവസം ഒരു ചെറുപ്പക്കാരൻ കാണാൻ വന്നു. അദ്ദേഹവുമായി സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ ഒത്തിരി സങ്കടപ്പെട്ടു പോയി. അദ്ദേഹത്തിന് എന്ത് ഉത്തരമാണ് കൊടുക്കേണ്ടതെന്ന് എനിക്ക് പറയുവാനായിട്ട് സാധിച്ചില്ല. വളരെ സാധാരണമായ ജീവിതത്തിൽ ജനിച്ചു വളർന്ന ഒരു ചെറുപ്പക്കാരൻ ദുരിതങ്ങളും പ്രതിസന്ധികളും തരണം ചെയ്ത് കടവും രോഗവും അവമാനവും എല്ലാം നേരിട്ടുകൊണ്ട് അദ്ദേഹം ജീവിതത്തിൽ പതിയെ പതിയെ പിച്ചുവെച്ച് വന്നയാളാണ്. നല്ല ജോലി നേടുന്നു, നല്ല സമ്പാദ്യം ഉണ്ടാക്കുന്നു, വീട് നേടുന്നു, വാഹനം നേടുന്നു, എല്ലാം കഴിഞ്ഞ് മനോഹരമായ ജീവിതത്തിലേക്ക് അദ്ദേഹം പ്രവേശിക്കുകയാണ്. മനോഹരമെന്ന് അദ്ദേഹം ചിന്തിച്ചു. പക്ഷേ ഒരു ദിവസം തൻ്റെ ഭാര്യ തന്നെ വിട്ടുപോവുകയാണ്. ഒരു സമയത്ത് റിലേഷൻഷിപ്പിലായപ്പോൾ ഈ വിട്ടുപോയ പെൺകുട്ടി ഇവരോട് പറഞ്ഞത് ഇങ്ങനെയാണ്: ഞാൻ മരണാവസാനം നിന്റെ കൂടെ ഉണ്ടാകും, നീ ഇല്ലെങ്കിൽ എനിക്ക് ജീവിക്കാൻ സാധിക്കുകയില്ല, നീ എന്നെ വിവാഹം കഴിച്ചില്ലെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞ പെൺകുട്ടിയാണ് ഒരു സുപ്രഭാതത്തിൽ ഒന്നും വേണ്ട എന്ന് വിട്ടുപോവുകയാണ്. അദ്ദേഹം നിരാശനായപ്പോൾ എങ്കിലും അദ്ദേഹം അതിൽ നിന്ന് മടങ്ങി വരികയാണ്. ആ വിവാഹ ജീവിതത്തിൽ കുഞ്ഞുമുണ്ടായിരുന്നു എന്ന് വിചാരിക്കുക. പിന്നീട് വേറെ വിവാഹബന്ധത്തിൽ അദ്ദേഹം പ്രവേശിക്കുന്നു. ആ വ്യക്തിയും പറഞ്ഞു, നിന്നെപ്പോലെ സ്നേഹിക്കാൻ കഴിവുള്ള ഒരാൾ വേറെയില്ല, ജീവിതാവസാന ശ്വാസം വരെയും ഞാൻ നിന്നോടൊപ്പം ഉണ്ടാകുമെന്ന്. ഒരു നിമിഷം ആ ബന്ധവും അവസാനിക്കുകയാണ്. സ്നേഹിച്ചയാൾ വിട്ടുപോവുകയാണ്, നിരാശയിലായിപ്പോയി. അദ്ദേഹം ചോദിക്കുകയാണ്, ഇനി എന്തിന് ഞാൻ ജീവിക്കണം? ഇനി ആർക്ക് വേണ്ടി ജീവിക്കണം? ഞാൻ എൻ്റെ പ്രാണതുല്യം സ്നേഹിച്ചവർ എന്നെ വിട്ടുപോയി. ഇപ്പോൾ എൻ്റെ സ്നേഹഭാചനമായ കുഞ്ഞിനെയും എൻ്റെ പഴയ ഭാര്യ കൊണ്ടുപോയി. ഞാൻ എന്തിനു ജീവിക്കണമെന്ന് നിരാശപ്പെട്ട് അദ്ദേഹം ചോദിച്ചപ്പോൾ ഞാൻ അദ്ദേഹത്തിന് 2 പുസ്തകം എടുത്തു കൊടുത്തു. ഒന്നാമത്തെ പുസ്തകം ഡോണ്ട് ഹാർട്ട് മീ എന്ന് പറയുന്ന ഡേവിഡ് ഗോജൻസിന്റെ പുസ്തകമാണ്. രണ്ടാമത്തെ പുസ്തകം വിക്ടർ ഫ്രാങ്കലിന്റെ ദ മാൻ സെർച്ച് ഫോർ മീനിങ് എന്ന പുസ്തകമാണ്. ട്രാജിക് ഒപ്റ്റിമിസത്തെ കുറിച്ച് പറയുന്ന പുസ്തകമാണ്. എക്സിസ്റ്റൻഷ്യൽ വാക്വത്തെ കുറിച്ച് പറയുന്ന പുസ്തകമാണ്. ഇനി എന്ത് ജീവിക്കണം എന്നുള്ള ചോദ്യമാണ് എക്സിസ്റ്റൻഷ്യൽ വാക്വം. എൻ്റെ നിലനിൽപ്പ് എന്തിനാണ്? എനിക്ക് നിലനിൽക്കാൻ, ജീവിക്കാൻ ആഗ്രഹമില്ല, ജീവിക്കാൻ തോന്നുന്നില്ല. എന്തിനു ജീവിക്കണം? എല്ലാം തീർന്നു, ഇനി ആർക്കു വേണ്ടി ജീവിക്കണം? ഒരു പ്രതീക്ഷയുമില്ല, ചെയ്തതെല്ലാം പരാജയമായി. ഇതിന് എല്ലാവരും പരാജയമായി ചിന്തിച്ചപ്പോൾ നിങ്ങൾക്ക് ഒപ്റ്റിമിസ്റ്റ് നൽകുന്ന പുസ്തകം എക്സിസ്റ്റൻഷ്യൽ വാക്വം, അസ്തിത്വമില്ലാത്ത അവസ്ഥയിൽ നിങ്ങൾക്ക് ഉത്തരം നൽകുന്ന പുസ്തകം. രണ്ടാമത് ഈ പുസ്തകങ്ങളൊക്കെ പറയുന്നത് ഒരു കാര്യമാണ്, ട്രാജിക് ഒപ്റ്റിമിസം. ഏത് കുഴിയിൽ കിടന്നാലും, എത്ര നിരാശകരമായ അവസ്ഥ വന്നാലും എനിക്ക് ജീവിതത്തിൽ എന്തെങ്കിലും നേടണമെന്നും ഈ ജീവിതത്തോട് എന്തെങ്കിലും മറുപടി കൊടുക്കണമെന്നുമുള്ള ചിന്ത ഒരിക്കലും തളരാനായിട്ട് പാടില്ല. ജീവനുണ്ടോ എങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിയുമെന്നേ. ശ്വാസം വരുന്നുണ്ടെങ്കിൽ, നാവ് പൊന്തുന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിയുമെന്നേ. ട്രാജിക് ഒപ്റ്റിമിസം ഞാൻ പറയട്ടെ, ഹോളോകാസ്റ്റിൽ നാസി പട്ടാള ക്യാമ്പിൽ സ്വന്തം ഭാര്യയും മക്കളും മാതാപിതാക്കളും കൊല്ലപ്പെടുന്നത് കണ്ട് നാളെ മരണത്തെ നോക്കിക്കണ്ട അദ്ദേഹം പറയുകയാണ്, എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമെന്ന്. എനിക്ക് പ്രതിസന്ധികളെ മറികടക്കണമെന്നുള്ള ജീവിതത്തോളം ശക്തമായ ഒരു ആഗ്രഹമാണ് അദ്ദേഹത്തെ നയിക്കാനായിട്ട് ഇടയായത്. പല ആളുകൾ ആത്മഹത്യ ചെയ്യുകയാണ്, ജീവിതം അവസാനിപ്പിക്കുകയാണ്, എല്ലാം തീർന്നെന്ന് വിചാരിച്ചുകൊണ്ട് ഇനി മുന്നോട്ട് പോകുന്നില്ല എന്ന് ചിന്തിക്കുകയാണ്. അതിൻ്റെ ആവശ്യമുണ്ടോ? എത്രയോ ആളുകളാണ് ആ ഘട്ടത്തിൽ നിന്നും ഏറ്റവും മുകളിലേക്ക് കയറി വന്നതെന്ന് മനസ്സിലാക്കുക. ജീവിതത്തിൽ ഏറ്റവും പ്രതിസന്ധി ഘട്ടത്തിലാണ് ഏറ്റവും ശക്തമായ കാര്യങ്ങൾ ചെയ്യാൻ നമ്മെ സഹായിക്കുന്നത്. ഏറ്റവും വീണുപോയ സന്ദർഭങ്ങളിലാണ് ഏറ്റവും വലിയ ലേണിംഗ് നമുക്കുണ്ടാകുന്നത്. എല്ലാവരും ഉപേക്ഷിച്ചു പോകുന്ന സമയങ്ങളിലാണ് നമ്മുടെ യഥാർത്ഥ ശക്തിയെ നമുക്ക് തെളിയിക്കുവാനായിട്ട് സാധിക്കുന്നത്. പലപ്പോഴും നാം മറ്റുള്ളവരെ ആശ്രയം ജീവിക്കുമ്പോൾ, മറ്റുള്ളവരെ കണ്ടുകൊണ്ട് ജീവിക്കുമ്പോൾ, മറ്റുള്ളവരെ ആശ്രിതരായി ജീവിക്കുമ്പോഴാണ് പ്രശ്നം ഉണ്ടാകുന്നത്. എനിക്ക് എൻ്റേത് നിലനിൽപ്പുണ്ട് എന്ന് ചിന്തിക്കുന്ന അവസ്ഥയിൽ നിങ്ങൾക്ക് ഏത് പ്രതിസന്ധിയെയും മറികടക്കുവാൻ സാധിക്കുമെന്നാണ് ഈ പുസ്തകങ്ങൾ പങ്കുവയ്ക്കുന്നത്. ട്രാജിക് ഒപ്റ്റിമിസം, എക്സിസ്റ്റൻഷ്യൽ വാക്വം, എല്ലാം തീർന്നെന്ന് വിചാരിക്കുമ്പോഴും ഇനിയും ജീവിക്കാൻ കഴിയും, ഇനിയും ജീവിക്കണം എന്നുള്ള ചിന്ത അത് നമ്മെ സഹായിക്കട്ടെ. ഈ പുസ്തകങ്ങൾ വായിക്കുക, ജീവിതത്തിൽ വലിയ മാറ്റം ഉണ്ടാകട്ടെ. ഓൾ ദ ബെസ്റ്റ്.